മഹാകേരളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ രാഹുവിൻ്റെ രാശിമാറ്റവും അത് വൃശ്ചികം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത്. ഇപ്പോൾ രാഹു നിൽക്കുന്നത് നിങ്ങളുടെ 5ാം ഭാവത്തിലാണ്, അതായത് മീനം രാശിയിൽ. ഇവിടെ നിന്നും മെയ് 18 തീയതി ഞായറാഴ്ച വൈകിട്ട് ഏകദേശം 4:30 മണിക്ക് രാഹു കുംഭം രാശിയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. പക്ഷേ അതിനു മുൻപ് മാർച്ച് 29 തീയതി ശനി മീനം രാശിയിൽ പ്രവേശിക്കുമ്പോൾ അവിടെ ശനിയും രാഹുവും ചേർന്ന് പിശാചി യോഗം നിർമ്മിക്കുന്നതായിരിക്കും. ഇത് അശുഭഫലങ്ങൾ നൽകുന്ന യോഗമാണ്. ഏകദേശം 50 ദിവസത്തോളം പിശാചി യോഗം നടക്കുന്നതായിരിക്കും. അതായത് മാർച്ച് 29 തീയതി മുതൽ മെയ് 18 തീയതി വരെ. മെയ് 18 തീയതി രാഹുവിൻ്റെ രാശിമാറ്റം സംഭവിക്കുമ്പോൾ പിശാചി യോഗവും അവസാനിക്കുന്നതായിരിക്കും. ഈ യോഗത്തിൻ്റെ അശുഭഫലങ്ങൾ എല്ലാ 12 രാശിക്കാർക്കും അനുഭവപ്പെടുന്നതായിരിക്കും. ശനിയുടെയും രാഹുവിൻ്റെയും സന്ധി കാരണം നിർമ്മിതമാകുന്ന ഈ പിശാചി യോഗം ഏകദേശം 11 വർഷത്തിൽ ഒരു പ്രാവശ്യം ഉണ്ടാകുന്നതായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം തുലാം രാശിയിലായിരുന്നു ഈ യോഗം നടന്നത്. അതായത് വർഷം 2012-13 തുലാം രാശിയിൽ ശനിയും രാഹുവും ഏകദേശം ഒരു വർഷത്തോളം ഒന്നിച്ചായിരുന്നു നിന്നിരുന്നത്. അങ്ങനെ അവിടെ പിശാചി യോഗവും സംഭവിച്ചതായിരുന്നു. 2025 ശേഷം ഇനി 2036 കർക്കടകം രാശിയിൽ ശനിയും രാഹുവും ഒന്നിച്ചു നിൽക്കുന്നതും വീണ്ടും പിശാചി യോഗം നിർമ്മിതമാകുന്നതുമായിരിക്കും. പിശാചി യോഗം വൃശ്ചികം രാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തുമെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ 5ാം ഭാവത്തിലാണ് ഈ യോഗം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ ഇത് പ്രതികൂലമായി ബാധിക്കുന്നതുമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിചലിക്കുന്നതാണ്. ഈ സമയത്ത് ഒരു അലസതയും ഉണ്ടാകാൻ ഇടയുണ്ട്. 5ാം ഭാവത്തിൽ നിൽക്കുന്ന മറ്റ് ഗ്രഹങ്ങളുടെ ഫലങ്ങളെയും ഈ യോഗം പ്രതികൂലമായി ബാധിക്കുന്നതായിരിക്കും. അതായത് സൂര്യൻ, ശുക്രൻ, ബുധൻ എന്നീ ഗ്രഹങ്ങളും കൂടുതൽ ശുഭഫലങ്ങൾ നൽകുന്നതല്ലായിരിക്കും. ഉദാഹരണത്തിന് 7ാം ഭാവാധിപൻ ശുക്രൻ ഇവിടെ നിൽക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. ബിസിനസ്സിനെയും ബാധിക്കുന്നതായിരിക്കും. ലാഭസ്ഥാനാധിപൻ ബുധനും ഈ സമയത്ത് ഇവിടെയാണ് നിൽക്കുന്നത്. ഈ സമയത്ത് ഇൻകം കുറയുന്നതിനാൽ സാമ്പത്തിക സ്ഥിതികളിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതായിരിക്കും. മെയ് 18 തീയതി രാഹു കുംഭത്തിലേക്ക് രാശി മാറുമ്പോൾ സ്ഥിതികളിൽ ആശ്വാസം ലഭിക്കുവാൻ തുടങ്ങുന്നതുമായിരിക്കും. ഇനി രാഹു കുംഭം രാശിയിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. രാഹു മെയ് 18 തീയതി കുംഭം രാശിയിലെ പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ 3ാം പാദത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ രാഹു 2025 നവംബർ 23 തീയതി വരെ നിൽക്കുന്നതായിരിക്കും. ഇത് ഗുരുവിൻ്റെ ആധിപത്യത്തിലുള്ള നക്ഷത്രമാണ്. അതിനാൽ ഗുരുവിൻ്റെ ശുഭഫലങ്ങളും രാഹു മുഖാന്തരം ലഭിക്കുന്നതായിരിക്കും. രാഹു മാറുന്നത് 4ാം ഭാവത്തിലേക്കാണല്ലോ. ഇത് കേന്ദ്രസ്ഥാനമാണ്. കേന്ദ്രസ്ഥാനത്ത് രാഹു തനിയെ നിൽക്കുന്ന സമയത്ത് ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. ഈ സമയത്ത് ഭൂമി, ഭവനം, പ്രോപ്പർട്ടി എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ നിന്നും ലാഭം ലഭിക്കുന്നതായിരിക്കും. പുതിയ വാഹനം വാങ്ങുവാൻ യോഗമുണ്ടാകും. വീടിൻ്റെ റിപ്പയറിങ്ങും മറ്റും ചെയ്യുന്നതും വീട്ടിലേക്ക് ആർഭാട വസ്തുക്കൾ വാങ്ങുന്നതുമായിരിക്കും. ഗുരു നിങ്ങളുടെ ധനസ്ഥാനമായ 2ാം ഭാവത്തിൻ്റെയും അധിപനാണല്ലോ. ധനസ്ഥാനാധിപനായ ഗുരുവിൻ്റെ നക്ഷത്രത്തിൽ രാഹു സുഖസ്ഥാനത്ത് നിൽക്കുന്നത് സാമ്പത്തിക സ്ഥിതികളിൽ വർധനവുണ്ടാക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. കുംഭത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ 5ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ 8ാം ഭാവത്തിലായിരിക്കും. ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതായിരിക്കും. ഇൻലോസിൻ്റെ പക്ഷത്തു നിന്നും സഹായ സഹകരണങ്ങൾ ഉണ്ടാകുന്നതുമായിരിക്കും.
രാഹുവിൻ്റെ 7ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ കർമ്മസ്ഥാനമായ 10ാം ഭാവത്തിലാണ്. ഈ സമയത്ത് സ്ഥാനപരിവർത്തനങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ഇത് ട്രാൻസ്ഫർ കാരണമോ അതല്ലെങ്കിൽ പുതുതായി ലഭിച്ച ജോലിയിൽ പ്രവേശിക്കുവാൻ വേണ്ടി വേറെ സ്ഥലത്തേക്ക് താമസം മാറുന്നതോ ഒക്കെ ആകാം. ഈ സമയത്ത് ജോബ് ചേഞ്ച് ചെയ്യുവാനും സാധ്യതകളുണ്ട്. ബിസിനസ്സിലും പരിവർത്തനങ്ങൾ ചെയ്യുന്നതായിരിക്കും. രാഹുവിൻ്റെ 9ാം ദൃഷ്ടി പതിക്കുന്നത് 12ാം ഭാവത്തിലായിരിക്കും. ഈ സമയത്ത് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. പക്ഷേ നിങ്ങളുടെ ചിലവുകൾ വർദ്ധിക്കുന്നതായിരിക്കും. അതിനാൽ അനാവശ്യ ചിലവുകൾ ഈ സമയത്ത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ഇതാണ് രാഹുവിൻ്റെ രാശിമാറ്റം വൃശ്ചികം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.